ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന എയർ ഫ്രയർ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പരീക്ഷിച്ച് നോക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള മിനിറ്റുകൾക്കുള്ളിൽ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പീസ് കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ എയർ ഫ്രയർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെ കെയർഫുള്ളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കിക്കോളൂ. എല്ലാവർക്കും ഉപകാരപ്പെടും. ഒട്ടും തന്നെ സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ എൻ്റെ ആദ്യത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ എയർ ഫ്രയറിൽ തയ്യാറാക്കാനായിട്ട് പറ്റും. അതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പാത്രം കാലിയാവുന്നതുമായിട്ടുള്ള മക്കളുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ നഗറ്റ്സ് ആണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ നഗറ്റ്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് കോളിക്കോടെ പ്രൊഡക്റ്റായ ചിക്കൻ നഗറ്റ്സ് ആണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെന്നുണ്ടെങ്കിലും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രോസൺ ഐറ്റംസിൽ കിട്ടുന്നതാണ്. ഇനി അതല്ല, നമുക്ക് ഫ്രഷ് ആയിട്ട് ബോൺലെസ് ചിക്കൻ വെച്ചിട്ടായാലും വീട്ടിൽ തന്നെ നമുക്ക് ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കി ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്നൊക്കെ ഉള്ള ഒരാവശ്യത്തിന് ഇതുപോലുള്ളൊരു ഫ്രോസൺ പാക്കറ്റ്സ് കയ്യിലുള്ളത് നന്നായിരിക്കും. ഞാനിതിപ്പോൾ എയർ ഫ്രയറിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഉണ്ടല്ലോ, ഫ്രോസൺ ഐറ്റം ആയതുകൊണ്ട് തന്നെ നമ്മളൊരു 15 മിനിറ്റ് മുമ്പെങ്കിലും ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വയ്ക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എയർ ഫ്രയർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുക, മുമ്പായിട്ടൊന്ന് ചൂടാക്കി വെക്കുക. ഒരു 180ൽ ഒരു 10 മിനിറ്റ് ചൂടാക്കി വെക്കുക. എന്നാൽ മാത്രമല്ലെങ്കിൽ നമുക്ക് ആ ഒരു കുക്കിംഗ് ടൈം കൂടുതലായിട്ട് ആവശ്യം വരും. അപ്പോൾ ഞാനിത് 15 മിനിറ്റ് മുമ്പ് തന്നെ എടുത്ത് ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ നഗറ്റ്സ് ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 7 നഗറ്റ്സാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതൊരു 15 മിനിറ്റാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് 200 ഡിഗ്രിയിൽ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ 200ൽ സെറ്റ് ചെയ്തത്. അല്ല ഇപ്പോൾ നഗറ്റ്സ് അത്രയും ക്രിസ്പി ആവണ്ട, ഡ്രൈ ആയി പോകണ്ട എന്നുള്ളവർക്ക് 180ൽ 15 മിനിറ്റ്സ് വെച്ചാലും മതിയാവും കേട്ടോ. അപ്പോൾ 7 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ ഞാനത് തുറന്ന് നോക്കി അതിൻ്റെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഭാഗവും ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ആ 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മൊരാന്നുള്ള ചിക്കൻ നഗറ്റ്സ് റെഡിയായിട്ട് കിട്ടുന്നതാണ്. കുട്ടികളുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു ഐറ്റം നിങ്ങൾ എന്തായാലും എയർ ഫ്രയറിൽ ട്രൈ ചെയ്ത് നോക്കുക. ഓയിൽ ഒട്ടും തന്നെ ഉപയോഗിക്കാതെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇതാ വറുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു ചിക്കൻ നഗറ്റ്സ് കൊണ്ട് തന്നെ ഞാൻ മറ്റൊരു റെസിപ്പി കാണിക്കുകയാണ്. അതും എയർ ഫ്രയറിൽ തന്നെ 4 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയത്. നമ്മുടെ കയ്യിൽ ചിക്കനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, ഇതുപോലെ നഗറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പിസ്സ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മൾട്ടിഗ്രെയിൻ ടോട്ടിലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഞാൻ നഗറ്റ്സ് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ടോട്ടില വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് പിസ്സ സോസോ കെച്ചപ്പോ എന്താണോ കയ്യിലുള്ളത് അത് ഒഴിച്ചു കൊടുക്കുക. അതിന് മുകളിലായിട്ട് കുറച്ച് ചീസ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് ഒരു ടോട്ടില കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് വീണ്ടും പിസ്സ സോസ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ നഗറ്റ്സ് ഉണ്ടല്ലോ, അത് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് ചീസ് വീണ്ടും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം. അതൊരു 4 മിനിറ്റാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് 180 ഡിഗ്രിയിൽ. അപ്പോൾ വെറും 4 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈസി പീസി പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികളുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഇത് രാവിലെ ആയാലും ചെയ്തെടുക്കാൻ പറ്റിയ, മക്കൾക്ക് സ്കൂളിലേക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ എന്തായാലും എയർ ഫ്രയർ ഉള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് സ്നാക്ക് ബോക്സ് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കായാലും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചിട്ട് ഇതെന്തായാലും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. ഇനി അടുത്തതായിട്ട് എയർ ഫ്രയറിൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഫുഡ് പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്നു, ഉണങ്ങിയ പോലെ ഇരിക്കുന്നു എന്നുള്ളത്.
പ്രത്യേകിച്ച് നമ്മൾ ഫ്രൈഡ് ഐറ്റംസ്, അതായത് ചിക്കൻ, ഫിഷൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യുന്ന സമയത്താണ് ഇതുപോലെ ഭയങ്കര ഡ്രൈ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുള്ളത്. ഇനി അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എയർ ഫ്രയറിൽ വെക്കാൻ പറ്റിയ ഒരു ചെറിയ ബൗൾ എടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ വെക്കുന്നത് എന്താണോ അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഉണ്ടല്ലോ, അതിൽ ആ ഒരു വെള്ളം ചൂടാവുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഈർപ്പം ആ ഒരു ബാസ്ക്കറ്റിൽ തന്നെ നിൽക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്നത് ഒഴിവാക്കാനായിട്ട് പറ്റും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇനി ഓയിൽ തീരെ ഉപയോഗിക്കേണ്ട എന്നുള്ളവർക്കാണ് ഈ വെള്ളത്തിൻ്റെ ഈ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്ത തവണ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടിപ്പ് ഓർത്ത് വെച്ചിട്ടൊന്ന് ചെയ്തു നോക്കൂ. അതിൻ്റെ റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മളിത് പാചകം ചെയ്യാനൊക്കെ ഉള്ള വീഡിയോസൊക്കെ ഒരുപാട് ചെയ്തു. ബാസ്ക്കറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പ് പറയട്ടെ. അപ്പോൾ ആദ്യം തന്നെ അഴുക്കായിട്ടുള്ള ആ ഒരു എയർ ഫ്രയർ ബാസ്ക്കറ്റ്, ആ ട്രേ നമുക്ക് കിച്ചൺ സിങ്കിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ലിക്വിഡ് ഡിഷ് വാഷാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ബേക്കിംഗ് സോഡ ഞാൻ കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളമൊക്കെ ഇട്ട് കൊടുക്കുക, അഴുക്കിനനുസരിച്ചിട്ട്. നമ്മളിപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്നതൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം അഴുക്കുണ്ടാവും, ട്രേയിൽ തന്നെയാണ് പാചകം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. അപ്പോൾ ബേക്കിംഗ് സോഡ 2 ടേബിൾ സ്പൂൺ അളവിന് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊന്ന് ട്രേ ഒന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അഴുക്കൊക്കെ അതിൽ കിടന്നിട്ടൊന്ന് കുറച്ച് നേരം കിടന്നൊന്ന് സോക്കാവണം. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. കണ്ടോ, അതിലുള്ള അഴുക്കൊക്കെ നന്നായിട്ട് തന്നെ ഇളകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ബാക്കിയുള്ള അഴുക്കുകൾ കൂടി നമുക്ക് സോഫ്റ്റ് സ്പഞ്ച് വെച്ചിട്ട്, നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ് സ്പഞ്ച് വെച്ചിട്ട് വേണം ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ. ഒരിക്കലും ഹാർഡായിട്ടുള്ള സ്ക്രബ്ബറോ അല്ലെങ്കിൽ സ്റ്റീൽ സ്ക്രബ്ബറോ ഒന്നും ഉപയോഗിക്കരുത്. കാരണം അതിൽ സ്ക്രാച്ച് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് ട്രേ ആയാലും താഴെയുള്ള ട്രേ ആയാലും ബാസ്ക്കറ്റ് ആയാലും നമുക്ക് നല്ലതുപോലെ തന്നെ ആ സ്പഞ്ച് വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ഇപ്പോൾ തന്നെ അഴുക്കൊക്കെ നന്നായിട്ട് തന്നെ അത് ഇളകി കിട്ടിയിട്ടുള്ളതാണ്. ഇനി അതൊന്ന് ഒരു സ്പഞ്ച് വെച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ക്ലീനിങ്ങിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ചൂടുവെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു വയ്ക്കാനായിട്ട്. അതുപോലെ ഹാർഡായിട്ടുള്ള സ്ക്രബ്ബറുകളൊന്നും ഉപയോഗിക്കാതെ ഇരിക്കുക. എയർ ഫ്രയർ ശരിയായ രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുക്കുന്നത് അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെക്കുക. അത് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു ബാസ്ക്കറ്റ് കഴുകിയെടുത്തതിന് ശേഷം അതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് നല്ലൊരു കോട്ടൺ ക്ലോത്ത് വെച്ച് തുടച്ച് കളയുകയോ അല്ലെങ്കിൽ ഡ്രൈ ആക്കി എടുക്കുകയോ ചെയ്യേണ്ടതാണ് കേട്ടോ. നമ്മൾ മോയ്സ്ചർ ഇല്ലാതെ വേണം ഇത് സൂക്ഷിക്കാനായിട്ട്, ഇല്ലെങ്കിൽ അത് കേടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ 3 ഓപ്ഷൻസിൽ ഏറ്റവും മുകളിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.